ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡേ 5 ആണ് ഇന്ന്. അതായത് ഏകദേശം 400ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെയും കൂടി ആകുമ്പോൾ നമുക്ക് 500 ക്വസ്റ്റ്യൻസ് ആകും. അതായത് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടി നമ്മുടെ 2022 പ്രിലിംസ് കംപ്ലീറ്റ് ആകും. പിന്നെ 2023 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ഒപ്പം തന്നെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഫ്യൂ എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് അത്? ഓപ്ഷൻ എ പഞ്ചാബിലായിരുന്നേ. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ പ്രസ്താവനകൾ. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഇത് ശരിയാണ്. എറിത്രോസൈറ്റ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. നോക്കാം നമുക്ക്. അത് തെറ്റാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അതും ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ഇവിടെ ശരി വരുന്നത്. അപ്പൊ നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. അതിലൊന്ന് ഏതാണ്? RBC അഥവാ റെഡ് ബ്ലഡ് സെല്ല്. എന്താണ്? അരുണ രക്താണുക്കൾ. അതിന് പറയുന്ന പേരാണ് എന്ത്? എറിത്രോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? WBC എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേതരക്താണുക്കൾ. അതിന്റെ പേരാണ് ലൂക്കോസൈറ്റ്. എന്താണ്? ലൂക്കോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ WC ലൂക്കോസൈറ്റ്, ഏതൊക്കെയാണ്? RBC ഉണ്ട്, WBC ഉണ്ട്, അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ്സുകൾ. ഇങ്ങനെ 3 തരത്തിലുള്ള രക്തകോശങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്ലേറ്റ്ലെറ്റിന്റെ പേരാണ് എന്ത്? ത്രോംബോസൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് 3 തരത്തിലുള്ള രക്തകോശങ്ങൾ വരുന്നത്. ഇനി നമ്മുടെ ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇരുമ്പും ഉണ്ടോ? ഹീമോഗ്ലോബിനും അതേപോലെ ഹീമോഗ്ലോബിനുള്ളതാണെന്ന് പറയുന്നത് ഇരുമ്പും അതേപോലെ തന്നെ 4 പ്രോട്ടീനും കൂടി ചേരുന്നതാണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ അല്ല. അതെന്താണ്? അത് ഫൈബ്രിനോജൻ ആണ്. എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട എന്തൊക്കെയാണ്? ആൽബുമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഗ്ലോബുലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്ലോബുലിൻ ഹെൽപ്പ് ചെയ്യുന്നത് രോഗപ്രതിരോധം. ഓക്കെ, മൂന്നാമത് വരുന്നതാണ് എന്ത്? ഫൈബ്രിനോജൻ. അത് ഹെൽപ്പ് ചെയ്യുന്നത് രക്തം കട്ടപിടിക്കാൻ. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ് അത്? ക്രിക്കറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 ഇനി വലിയ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? ചന്ദ്രയാൻ 3 ആണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിക്കുന്നത്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അതിന്റെ വാഹനം ഏതായിരുന്നു? LVM-3M4 എന്നുള്ളതായിരുന്നു അതിന്റെ വാഹനം എന്ന് പറയുന്നത്. അത് ലാൻഡ് ചെയ്ത ദിവസം എന്നായിരുന്നു? 2023 ഓഗസ്റ്റ് 23. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് വരുന്നത് ഏതാണ്? നമ്മുടെ റഷ്യ. രണ്ടാമത്തത് ഏതാണ്? നമ്മുടെ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് USA ആണ്. ഓക്കെ, റഷ്യ, നെക്സ്റ്റ് വരുന്നത് USA, അടുത്ത ഏതാണ്? അടുത്തത് ചൈന, 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതേപോലെ നമ്മൾ പഠിക്കുന്ന എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 1ാമത്തെ രാജ്യവുമാണ്. ആ പോയിന്റിന് പറയുന്നത്, സോഫ്റ്റ് ലാൻഡ് ചെയ്ത പോയിന്റിന് ഇട്ട പേരെന്താണ്? അതാണ് ശിവശക്തി പോയിന്റ്. ഈ പറയുന്ന ശിവശക്തി പോയിന്റ് 2 പോയിന്റ്, അതായത് ചന്ദ്രനിലെ 2 പോയിന്റുകൾക്കിടയിലാണ്. അതിന്റെ അറിയപ്പെടുന്ന പേരാണ് 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാൻസിനസ് സി ആണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിംപോലിസസ്. ഇതാണ് ആ 2 പോയിന്റുകൾക്കിടയിലാണ് ഈ ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 കാര്യമാണ്. അത് KB റാബി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഏതാണ്? 2020 നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
പത്മ പുരസ്കാരങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. 2023 പത്മ പുരസ്കാരങ്ങൾ. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമുക്കറിയാം പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, അതേപോലെ തന്നെ പത്മശ്രീ ഉണ്ട്. അതില് 5 ഓക്കെ, പത്മ പുരസ്കാരങ്ങളിൽ 5 പത്മവിഭൂഷണാണ് ഉണ്ടായിരുന്നത്. 5 പത്മവിഭൂഷൺ. അതേപോലെ തന്നെ എന്താണ് 17 പത്മഭൂഷണും അതേപോലെ തന്നെ 110 പത്മശ്രീയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതില് നമുക്കറിയാം 8 എണ്ണം മലയാളികളായിരുന്നു. 8 എണ്ണത്തിൽ 2 എണ്ണം ആരായിരുന്നു? പത്മഭൂഷണാണ്. അതാരൊക്കെയാണ്? ഒന്ന് ഫാത്തിമ ബീവിക്കും അതേപോലെ തന്നെ രണ്ടാമത്തത് ആരാണ്? ഒ രാജഗോപാലിനുമാണ്. എന്ത് ലഭിച്ചത്? പത്മഭൂഷൺ ലഭിച്ചത്. ഇനി നമുക്കറിയേണ്ടത് 6 പേർക്കാണ് എന്ത്? പത്മശ്രീ ലഭിച്ചത്. പത്മശ്രീ 6 പേർക്കും, ഇത് പത്മഭൂഷണുമാണ്. 6 പേർക്ക് ലഭിച്ചു. അതിൽ ആരൊക്കെയാണ്? ഒന്നാമത് ആരാണ്? സദനം ബാലകൃഷ്ണൻ. പഠിക്കേണ്ടതാണ്. സദനം ബാലകൃഷ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി പഠിക്കണം. ഏത് മേഖലയാണ് സദനം ബാലകൃഷ്ണൻ? അദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. കഥകളി. ഇനി രണ്ടാമത്തതാണ് ആര്? രണ്ടാമത് വരുന്നതാണ് ആര്? ഇ പി നാരായണൻ. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. തെയ്യം. അടുത്തത് മൂന്നാമത്തത് ആരാണ് വരുന്നത്? സത്യനാരായണ ബലേരി. ഓക്കെ, അദ്ദേഹം ആരായിരുന്നു? ഒരു കർഷകനായിരുന്നു അല്ലെ? നെൽ കർഷകനായിരുന്നു സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നാലാമത് വരുന്നത് ചിത്രൻ നമ്പൂതിരിപ്പാട്. ആരാണ്? ചിത്രൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ആരായിരുന്നു? ഒരു എഴുത്തുകാരനായിരുന്നു. ഇനി അഞ്ചാമത്തെ വ്യക്തി ആരാണോ? അഞ്ചാമത്തെ വ്യക്തിയാണ് മുനി നാരായണ പ്രസാദ്. അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യനാണ്. ആറാമത് വരുന്നത് നമ്മുടെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ്. ഇങ്ങനെ 6 പേർക്കാണ് എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത്. 2 മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചു. അതൊന്ന് ഫാത്തിമ ബീവിക്കും, ഒന്ന് ആർക്കാണ്? ഒ രാജഗോപാലിനുമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. ഒന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ഇത് മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. നാലാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? C അച്യുതമേനോൻ. ഈ ആർ ശങ്കർ ആണ് എന്ത്? ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഈ ആർ ശങ്കർ. അദ്ദേഹം തുടങ്ങിയ പത്രമാണ് എന്ത്? ദിനമണി എന്ന് പറയുന്നത്. ദിനമണി. അതേപോലെ തന്നെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? C അച്യുതമേനോൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്. അത് ആരാണ്? പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടേതാണ്? കൊഴിഞ്ഞ ഇലകൾ അത് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. എങ്കിൽ കഴിഞ്ഞ കാലം ആരുടേതാണ്? കഴിഞ്ഞ കാലം എന്ന ആത്മകഥ KP കേശവമേനോന്റേതാണ്. KP കേശവമേനോൻ. ഈ പറയുന്ന P കുഞ്ഞിരാമൻ നായരുടെ ഇതുണ്ട്. അതെന്താണ്? കവിയുടെ കാൽപ്പാടുകൾ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്നത്. കേരള പാണിനിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരള പാണിനി AR രാജരാജവർമ്മയാണ് ആൻസർ. അപ്പൊ ചങ്ങമ്പുഴ എന്താണ് അറിയപ്പെടുന്നത്? കേരള ഒർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇനി കേരള കാളിദാസനാണ് ആര്? കാളിദാസനാണ് എന്താ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. N കൃഷ്ണപിള്ള അറിയപ്പെടുന്നത് എന്താണ്? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമാണ് അറബിക്കടൽ മരക്കാരുടെ സിംഹം. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? പുതിയതല്ലേ പഠിക്കേണ്ടത്. അത് ഏതാണ്? അത് 70ാമത്തേതാണ്. അതായത് 2022 പുരസ്കാരം ഇപ്പൊ ഈ 2024 കൊടുത്തത്. അപ്പൊ 70ാമത് നാഷണൽ ഫിലിം അവാർഡ് നൽകിയത്. മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടൻ ഋഷഭ് ഷെട്ടി നമ്മുടെ കാന്താര എന്ന മൂവിക്ക് വേണ്ടിയിട്ട്. അതേപോലെ മികച്ച നടി ആരായിരുന്നു? അത് നിത്യ മേനോനാണ്. നിത്യ മേനോനും അതേപോലെ തന്നെ മാനസി പരേഗുമുണ്ട്. മാനസി പരേഗ് ഏത് മൂവിക്കാണ്? നിത്യ മേനോന് തിരുച്ചിത്രമ്പലം എന്നൊരു മൂവിക്കും, മാനസി പരേഗിന് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന മൂവിക്കും. അതേപോലെ മികച്ച തിരക്കഥ ലഭിച്ചത് ആർക്കാണ്? അത് ആനന്ദ് ഏകർഷിയാണ്. ആട്ടം എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ്. മികച്ച ഫീച്ചർ ഫിലിമും ഏതായിരുന്നു? നമ്മുടെ ആട്ടം എന്ന് പറയുന്ന മലയാളം മൂവിയാണ് ആട്ടം. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തുമാണ് അക്ഷാംശ സ്ഥാനം. അപ്പോൾ രേഖാംശ സ്ഥാനം എത്രയാണ്?
രേഖാംശം ചോദിച്ചു കഴിഞ്ഞാൽ 68°7' ഈസ്റ്റും അതേപോലെ 97°25' ഈസ്റ്റുമാണ്. ചോദിക്കാറുണ്ട് അക്ഷാംശീയ വ്യാപ്തി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അത് 30° ആണ്. അതായത് ഏകദേശം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. 30° ആണ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ഇത്? ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമിയാണ്. ഏതാണ് ശീതമരുഭൂമി? ലഡാക്കാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണേത്? നേപ്പാൾ. നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി. ഹിമാദ്രി അല്ലെ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൽദിയുമാണ്. സാദിയ ദുബ്രി നാഷണൽ വാട്ടർവേ 2, കൊല്ലം കോഴിക്കോട് നാഷണൽ വാട്ടർവേ 3, കാക്കിനഡ പുതുച്ചേരി നാഷണൽ വാട്ടർവേ 4ഉമാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണത്? അത് കർണാടകയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. അതേപോലെ ടിസ്കോ ആണെങ്കിലോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? അത് ജാർഖണ്ഡ് ആണ്. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? അത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണേത്? ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് പെട്രോളിയം ആദ്യമായി ഖനനം ചെയ്തത്? ദിഗ്ബോയ് എവിടെയാണ്? നമ്മുടെ ആസാമിലാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? റോഹ ടു മംഗലാപുരമാണ്. ഏകദേശം 760ഓളം കിലോമീറ്റർ ഉണ്ട് റോഹ ടു മംഗലാപുരം. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നമ്മുടെ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ 4 സംസ്ഥാനങ്ങളാണ് കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. പക്ഷെ കേരളത്തിലൂടെ കൊങ്കൺ റെയിൽവേ പാസ് ചെയ്യുന്നില്ല. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കാൻ. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, 1 ശരിയാണ്. ഓക്കെ, എല്ലായിടത്തും 1 ഉണ്ട്. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. ആണോ? റഷ്യയിൽ നിന്നല്ല അത് കടം കൊണ്ടത്. അത് എവിടെ നിന്നാണ്? USA നിന്നാണ്. അപ്പൊ 2 എന്താണ്? തെറ്റാണ്. 2 ഉള്ളത് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. നമുക്ക് എന്താണ്? ശരിയായവ തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ന്യായവാദാർഹമാണ് അല്ലെ. അതേപോലെ സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇതെല്ലാം ശരിയാണ്. 1, 3, 4 ശരിയാണ്. അപ്പൊ അത് ഏത് വരും? ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ കടമകളിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ എന്താണ്? മൗലിക കടമയാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ മൗലിക കടമകളിൽ പെടുന്നതാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39D ആണ്. അതായത് എന്താണ്? അതൊരു നിർദ്ദേശക തത്വത്തിലാണ് വരുന്നത്. അതേപോലെ തന്നെ അടുത്ത എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അത് ആർട്ടിക്കിൾ 51 നിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പൊ നമുക്ക് എന്താണ്? ഉൾപ്പെടാത്തവയല്ലേ വേണ്ടത്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ്. മൗലിക കടമകൾ നമ്മൾ പറഞ്ഞു. 42ാം ഭേദഗതി 1976 പ്രകാരമാണ് മൗലിക കടമകൾ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 11ാം ഭേദഗതി 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്ത് ഏതിലാണ്? 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് പ്രസ്താവനകൾ എന്ന് നോക്കിക്കേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്നൊക്കെ അറിയാം. പക്ഷെ അത് മറാത്തി അല്ലാതെ ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയത്. വന്ദേ മാതരം അല്ല, അത് ഏതാണ്? നമ്മുടെ ജനഗണമനയാണ് എന്ത് ചെയ്യുന്നത്? ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. ജനഗണമന. വന്ദേ മാതരത്തിന്റെ രാഗം എന്ന് പറയുന്നത് ദേശരാഗമാണ്. ദേശരാഗം. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം ചെയ്തത്. ഇത് ശരിയായ പ്രസ്താവന. എങ്കിൽ ജനഗണമനയ്ക്ക് സംഗീത സംവിധാനം നൽകിയത് ആരാണ്? അത് റാം സിംഗ് ഠാക്കൂർ ആണ്. റാം സിംഗ് ഠാക്കൂർ ആണ് എന്തിന്? നമ്മുടെ ജനഗണമനയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം. നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുള്ളതാണ്. വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അപ്പൊ ഇതുമല്ല. ഓക്കെ, അപ്പൊ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
ഏതാണ് ശരിയല്ലാത്തതെന്ന് പറയുന്നത്? ശരിയല്ലാത്ത പ്രസ്താവന ചോദിക്കുമ്പോഴേക്കും നമുക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന്. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തി. ആണോ? 76 അല്ല, 86-ാം ഭേദഗതി 2002 പ്രകാരമാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A-യിൽ ഉൾപ്പെടുത്തി. ഇത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇതും ശരിയാണ്. നമുക്ക് വേണ്ടത് ശരി അല്ലാത്തതാണ്. സോ ഓപ്ഷൻ സി 1 മാത്രമാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി അല്ല, സുപ്രീം കോടതിയാണ്. ദേശീയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഇതെന്താണ്? തെറ്റാണ്. ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇതും ശരിയുമാണ്. ബന്ധപ്പെട്ട പ്രസ്താവനകളല്ലേ വേണ്ടത്. സോ ആൻസർ വരേണ്ടത് 2 എന്തായാലും തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ 2 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ വേണം നിങ്ങളത് ഓപ്ഷനിലേക്ക് എത്താൻ കേട്ടോ. ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയവ ഏത്? ശരിയാണ് നമുക്ക് വേണ്ടത്. തിരശ്ചീനമായി മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. അല്ലെ, നമ്മൾ കുങ്കുമം തൊടുന്നത് ഏറ്റവും മുകളിൽ, നമ്മുടെ തലയുടെ മുകളിലല്ലേ കുങ്കുമം തൊടുന്നത്. അപ്പൊ കുങ്കുമമാണ് മുകളിൽ, നടുക്ക് വെള്ള, താഴെ പച്ചയാണ്. 2002-ലാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിയമം വന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്? എന്താണ്? അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവെന്ന് പറയുന്നത് 3600 × 2400 ആണ്. ഇത് രണ്ടാമത്തെ അളവാണ്. ഏറ്റവും ഉയർന്നതെന്ന് പറയുന്നത് 6300 × 4200 ആണ് ഏറ്റവും ഉയർന്ന അളവ് കേട്ടോ. നമുക്കറിയാം 3:2 ആണ് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇനി ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതും ശരിയാണ്. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യനാമം. ആദ്യനാമം ഭാഗ്യവിധാതയല്ല, എന്തായിരുന്നു? ഭാരത ഭാഗ്യവിധാത എന്ന് പറയുന്ന ആ ഒരു എന്താണ് ടാഗോറിന്റെ ആ ഒരു 5 ഖണ്ഡികകളിലാണ് ഭാരത ഭാഗ്യവിധാത എന്ന് പറയുന്നത്. അതിന്റെ 1ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ശരിയാണ്. 1950-ലാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. എന്നാണ്? 26 അല്ല, അത് എന്നായിരുന്നു? ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. അന്ന് തന്നെയാണ് നമ്മുടെ ഏത് ജനഗണമനയും അതേപോലെ തന്നെ വന്ദേമാതരം ദേശീയ ഗാനവും അംഗീകരിക്കുന്ന ഒരേ ദിവസം തന്നെയാണ്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയുള്ള INC സമ്മേളനത്തിലാണ് ഇത് ആലപിക്കപ്പെട്ടത്. അത് മദൻ മോഹൻ മാളവിയല്ല. 1911-ലെ ഏത് സമ്മേളനമാണ്? കൽക്കട്ട സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ? BN ദർ ആയിരുന്നു അധ്യക്ഷൻ. BN ദർ. അതാ അന്നായിരുന്നു എന്ത് ചെയ്യുന്നത്? ആദ്യമായി ആലപിക്കപ്പെട്ടത്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളല്ലേ. അപ്പൊ ഏതാണ് നമുക്ക് വേണ്ട? ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി അല്ലാത്തവയാണ് വേണ്ടത്. അപ്പൊ 1, 3, 4 എന്നിവയാണ് ശരിയല്ലാത്തത്. സോ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ആരൊക്കെയായിരുന്നു? സുഷമ സിംഗും ഉണ്ട്, ദീപക് സന്ധുവും ഉണ്ട്. 2 വനിതകളായിട്ട് വരുന്നത്. ശരി. ഈ രേഖാ ശർമ്മ അറിയാൻ നമുക്ക് അല്ലെ. രേഖാ ശർമ്മ ആരാണ്? നമ്മുടെ വനിത അല്ലെ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റേതാണ്. അതേപോലെ തന്നെ ജയന്തി പട്നായിക്. അപ്പൊ ഇതൊന്നും അല്ല. അപ്പൊ ആൻസർ ഇതാണ്. സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ശരിയായ ജോഡി ഏത്? MKSS എന്താണ്? മൻസൂർ കിസാൻ ശക്തി സംഘടന. നമുക്കറിയാം വിവരാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? ഒരു നിയമാവകാശമാണ്. ഇതും ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കൽ എന്താണ്? ഒരു മൗലിക അവകാശമാണ്. അതേപോലെ ഇന്ത്യൻ ഭരണയുടെ ഭാഗം 4A-യിലാണ് എന്ത് വരുന്നത്? മൗലിക കടമകൾ വരുന്നത്. ഇതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം നമുക്കിവിടെ ശരിയാണ്. സോറി, എല്ലാം ഇവിടെ തെറ്റാണെന്നാണ്. എല്ലാം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? അശോക സ്തംഭം ദേശീയ മുദ്രയായിട്ട് അംഗീകരിക്കുന്നത് 1950 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ് ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9 ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പിൻഗാമി പറഞ്ഞപ്പോൾ ഞാൻ ടാഗോർ എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ പിൻഗാമി
നെഹ്റു ആണ്, നെഹ്റു. മനസ്സിൽ നെഹ്റു ആയിരുന്നെങ്കിലും അത് പറഞ്ഞു വന്നപ്പോഴേക്കും അത് നമ്മുടെ ടാഗോർ ആയിപ്പോയി. രാഷ്ട്രീയ പിൻഗാമി എന്ന് പറയുന്ന നെഹ്റുവും അതേപോലെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ആരായിരുന്നു? ടോൾസ്റ്റോയും. ആത്മീയ പിൻഗാമിയാണ് ആര്? വിനോബ ഭാവയും. ഇനി സാരേ ജഹാംസി അച്ച രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ ഉറുദു ഭാഷയിലാണ് സാരേ ജഹാംസി അച്ച എഴുതുന്നത്, ഉറുദു ഭാഷയിൽ. താഴെ പറയുന്ന പ്രസ്താവനകൾ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. അപ്പൊ നമുക്ക് വേണ്ടത് ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. തെറ്റായതാണ് വേണ്ടത്. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. തെറ്റാണ്. ആ സമയത്ത് 1929 ലാഹോർ സമ്മേളനം ആരാണ്? നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണ്. അപ്പൊ ഒന്നുള്ള ആൻസേഴ്സ് നോക്കിക്കേ. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇതിലേതെങ്കിലും ആകാം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ലോകമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. ഇതും ശരിയാണ്. ഇനി എന്താണ്? അപ്പൊ നോക്കിക്കേ, രണ്ടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, രണ്ടുള്ളതല്ല. ഇനി എന്താണ്? ഒന്നുകിൽ 1 3 ആകാം, അല്ലെങ്കിൽ 1 4. അപ്പൊ ഇതുമല്ല ആൻസർ. ചെയ്ത് വരും 1 4 ആൻസർ ആയിട്ട് വരേണ്ടത്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ, നെഹ്റുവിന്റെ നേതൃത്വത്തിലല്ല, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. പക്ഷെ അത് നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ്? അതിനെ പിൻവലിച്ചതിനെ ആരാണ് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നേ. അതായത് ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുവന്നത്. ഹിമാലയം ബ്ലണ്ടർ എന്ന് അദ്ദേഹം വിളിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തെയാണ്. കാര്യം അദ്ദേഹം ആ ഒരു ആശയം ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ആ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കുന്നത് ഒരു ദേശീയ ദുരന്തമായി പോയി എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് നമുക്കറിയാം. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഈ ചൗരി ചൗര സംഭവം നടക്കുന്നത്. 1922 ഫെബ്രുവരി 5 ഏകദേശം എന്താണ് ഒരു പോലീസ് ക്ലബിനേക്ക് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് തീയിടുകയും അവിടെ 22ഓളം പോലീസുകാര് എന്താണ് വെന്ത് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ്. നമുക്കറിയാം ചമ്പാരൻ ഗേദ ഉപ്പ് സത്യാഗ്രഹം എല്ലാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. അതായത് 1916 ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം വരുന്നത്. ആനി ബസന്റ് എവിടെയായിരുന്നു നേതൃത്വം നൽകിയത്? ആനി ബസന്റ് അടയാറും ബാലഗംഗാധര തിലകൻ എവിടെയാണ്? പൂനെയിലുമാണ്. അതേപോലെ മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനം നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് KP കേശവ മേനോനാണ്. KP കേശവ മേനോനാണ് എന്ത് ചെയ്യുന്നത്? മലബാറിൽ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 2ഉം ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് ഏത്? മിന്റോ മോർലി പരിഷ്കാരം എന്നായിരുന്നു ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവും അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ മോർലി, അവർ തമ്മിൽ ചേർന്നുണ്ടാക്കിയതാണ് ഈ പറയുന്ന മിന്റോ മോർലി പരിഷ്കാരം. അതിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇതും എന്താണ്? ഈ മിന്റോ മോർലി പരിഷ്കാരത്തിന്റെ മറ്റൊരു പേരാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം എന്നാണ്? ജനുവരി 30 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? രക്സ. അപ്പൊ എന്താണ്? 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി ഏതാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ചുവടെക്കൊടുത്തിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ബന്ധമില്ലാത്തതാണ് വേണ്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ? അതെവിടെയാണ്? പഞ്ചാബിൽ നടന്ന സംഭവമാണ്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ശരിയായ അതുമായിട്ട് ബന്ധമില്ല. സോ ഒന്നുകിൽ എന്താണ്? അപ്പൊ ഇതല്ല ആൻസർ. ഒന്നുകിൽ 1ഉം 4ഉം അല്ലെങ്കിൽ 1ഉം 3ഉം. ഓക്കെ, ഇനി എന്താണ്? 1919 ഏപ്രിൽ 13 നടന്ന സംഭവമാണ് ഈ പറയുന്നത്. എന്ത്? ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് നടന്ന സമയമാണ്. വാഗൺ ട്രാജഡി നമുക്കറിയാം. എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്.
അല്ലെ? അതേപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയി തങ്ങളൊക്കെ എന്താണ് വാഗൺ നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരാണ്. ഈ പറയുന്ന മലബാർ കലാപത്തെ പറ്റി അന്വേഷിച്ച കമ്മീഷനാണ് ഇത് നേപ്പ് കമ്മീഷൻ. ഈ ഒരു കേസ് വാഗൺ ട്രാജഡി എന്നായിരുന്നു? 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിക്കാറുണ്ട്, അത് ഏതാണ്? അത് പോത്തന്നൂരാണ്. അതുകൊണ്ടാണ് സുമിത് സർക്കാർ ഇതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാരാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? 1ഉം 3ഉമാണ് ശരിയല്ലാത്ത. കണ്ടോ, ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ഇവിടെ ശരിയായ ജോഡി എന്ന് മാത്രം നിങ്ങൾ കണക്ട് ചെയ്യരുത്, ബന്ധമില്ലാത്ത ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കല്ലുമാല സമരം ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എന്ന് നടത്തുന്നത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ കാലഘടനാക്രമത്തിലുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം എന്നാണ്? വൈക്കം അല്ലെ? വൈക്കം സത്യാഗ്രഹം 1924 1924 മാർച്ച് 30. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936. അതിന് മുമ്പ് വരുന്ന വല്ലതുണ്ടോ? ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം വരുന്ന 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. പിന്നെ അടുത്ത ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാലിയം സത്യാഗ്രഹമാണ് 1947-48 കാലഘട്ടത്താണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? പാലിയം സത്യാഗ്രഹമാണ്. നമുക്ക് വേണ്ടത് ഓർഡർ ആക്കി എഴുതാനല്ലേ? വൈക്കം സത്യാഗ്രഹമാണ് തന്നിരിക്കുന്നതിൽ ആദ്യം വരേണ്ടത്, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നീട് ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അല്ലെ? എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സർ CP രാമസ്വാമി അയ്യർക്കെതിരായിട്ട് നടന്നതാണ് പുന്നപ്ര വയലാർ സമരം. 1946 ആലപ്പുഴ ജില്ലയിലാണ്. അതുമായി ബന്ധപ്പെട്ട് തകഴി എഴുതിയ നോവൽ ഏതാണ്? തകഴി എഴുതിയ നോവല് തലയോട്. താത്ത കണക്ട് ചെയ്യുക. തകഴി എഴുതിയ നോവലാണ് തലയോട്. കേശവദേവ് എഴുതിയ നോവൽ ഏതാണ്? കേശവദേവ് ഏതാണ്? ഉലക്കയാണ് കേശവദേവ് എഴുതിയത്. അതേപോലെ തന്നെ VK മോഹൻകുമാർ ഇമ്പോർട്ടന്റ് ആണ് കാര്യം, അത് 2018 വയലാർ അവാർഡ് ലഭിച്ചതാണ്. VK മോഹൻകുമാറിന്റെ ഏത് കൃതി? എന്താണ്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നുള്ളത്. VK മോഹൻകുമാറിൻ്റെതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വയലാർ അവാർഡ് നേടിയത് കൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഈ കൃതി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന്? ഏതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഇത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്? ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം ഏതാണ്? 580. തെക്ക് വടക്ക് ദൂരം 560. കടൽ തീര ദൈർഘ്യം 580. 590 ഇടക്ക് കാണാറുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി നമുക്കറിയാം ഏതൊക്കെയാണ്? കബനി, അതേപോലെ ഭവാനി, പിന്നെ ഏതാണ്? പാമ്പാർ. ഇത് 3ഉമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ ഏതാക്കി വരും? പാമ്പാറും ഭവാനിയും വരും. 2ഉം 3ഉമാണ്. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ആദ്യത്തെ റെയിൽപാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1861 മാർച്ച് 12 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വന്നത്. അത് എവിടെ മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ അത് എവിടം വരെ? തിരൂര് വരെയായിരുന്നു കേരളത്തിലെ ആദ്യ റെയിൽപാത വന്നത്. എങ്കിൽ ചോദിക്കാറുണ്ട് തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽപാത വന്നത് എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട്. അതെവിടെയാണ് തിരുവിതാംകൂറിൽ വന്നത്? അതായത് 1904 4 മാർച്ച് 12 പുനലൂർ മുതൽ അങ്ങോട്ട് വരേക്കുമായിരുന്നു. ഓക്കെ, പുനലൂർ ടു ചെങ്കോട്ടയാണ് എന്ത് വരുന്നത്? 1904 മാർച്ച് 12 കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കേരളം ടു കൂർഗ് ഏതാണ്? പേരമ്പാടി ചുരമാണ്. ബോഡിനായ്ക്കന്നൂർ ചുരം എങ്ങോട്ടേക്കാണ്? നമ്മുടെ ഇടുക്കിയെ എങ്ങോട്ടേക്ക് ബന്ധിപ്പിക്കുന്നത്? മധുരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോഡിനായ്ക്കന്നൂർ ചുരം. താമരശ്ശേരി ചുരം എങ്ങോട്ടേക്കാണ്? കോഴിക്കോടിനെ എന്തുമായി ബന്ധിപ്പിക്കുന്നത്? മൈസൂരുമായി ബന്ധിപ്പിക്കുന്നതാണ്. പെരിയ ചുരം എന്ന് പറയുന്നത് മാനന്തവാടി.
മാനന്തവാടിയെ എങ്ങോട്ടേക്ക് മൈസൂറുമായി ബന്ധിപ്പിക്കുന്നതാണ് പെരിയ ചുരം എന്ന് പറയുന്നത്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എവിടെയാണ് മാമാങ്കം? ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? കുരുമുളക്. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ടിരിക്കുന്ന ആദ്യ പുസ്തകമാണിത്. സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി ആർ ശ്രീജേഷ് നമുക്കറിയാം അല്ലെ, ഏതാണ്? ഹോക്കിയാണ്. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണമാണ് എത്ര? 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ചോദിക്കാറുണ്ട്. എന്താണ്? സ്റ്റെതസ്കോപ്പ്. ആരാണത് കണ്ടുപിടിച്ചത്? അത് റെനെ ലെനക്കാണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണെന്ത്? ആശ്വാസകിരണം. ആശ്വാസകിരണം. ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്? സ്കർവി. സ്കർവി. ജീവകം സി. കണ എന്താണ്? വൈറ്റമിൻ ഡി ആണ്. നിശാന്തത വൈറ്റമിൻ എ ആണ് അല്ലെ. അതേപോലെ വൈറ്റമിൻ ബി ആണെങ്കിൽ എന്താണ്? ബെർബറിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം. ഈച്ചയാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച മുഖേനയാണെങ്കിൽ എന്ത് വരും? നമ്മുടെ കോളറയാണ് ഈച്ച മുഖേന പകരുന്ന രോഗം എന്ന് പറയുന്നത്. ആഗോള താപനത്തിന് കാരണമല്ലാത്ത വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണമല്ലാത്ത വാതകം ഏതാണ്? നൈട്രജൻ, മീഥേന്, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് വരും? ഓപ്ഷൻ എ നൈട്രജൻ ആണ് ആഗോള താപനത്തിന് കാരണമല്ലാത്ത വാതകം. കിരൺ, അർക്ക, സൽകീർത്തി എന്തിൻ്റെതാണ്? അത് നമ്മുടെ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരണും അർക്കയും സൽകീർത്തിയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ ആണ്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും അത് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഇത് ഇന്ദിരാഗാന്ധി 1984 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി 1985 അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്തിൻ്റെതാണ്? അലൂമിനിയം. അപ്പൊ ഇരുമ്പിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, സിഡറൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത്? ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്. ഇത് ശരിയാണ്. സെക്കിനാൽ എന്ന് പറയുന്ന ആന്റിസെപ്റ്റിക് അല്ല. അതേപോലെ ഫിനോൾ എന്ന് പറയുന്ന ഡിസെൻറ്റിഫെക്റ്റ് ആണ്. ഇത് രണ്ടും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. സെക്കിനാൽ എന്ന് പറയുന്നത് ശരിക്കും എന്തോ ഒരു ഡിപ്രഷൻ, ഈ ആങ്സൈറ്റി ഒക്കെ കുറക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിസിൻ ആണെന്ന് തോന്നുന്നു. ഒരു ഓർബിറ്റിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? 2n². 2n². അതാണ് ഇക്വേഷൻ. ഓർബിറ്റിന്റെ എണ്ണം എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ k ആണെങ്കിൽ നമുക്കറിയാം അത് n എന്ന് പറയുമ്പോൾ എത്ര വരും? n എന്ന് പറയുമ്പോൾ k l m n ഇങ്ങനെയാണ് പറയുന്നത്. ഇത് 1 2 ഇത് 3 4. k ആണെങ്കിൽ നമുക്ക് നോക്കാം 2n² എന്ന് പറയുമ്പോൾ 2 × n². സോ 2 രണ്ട് ഇലക്ട്രോൺസ് ആണ്. l ആണെങ്കിലോ 2n². 2² 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. 2 × 4 എന്ന് വരും 8 വരും. l 8 ആണ് വരുന്നത്. m ആണെങ്കിലോ 2n². 2 × 3² അതായത് 2 × 9 വരും 18. 18 ഇലക്ട്രോൺസ് ആണ് അവിടെ ഉൾക്കൊള്ളുന്നത്. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തതാണ് വേണ്ടത്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവാണ് മോസ്ലി. ഇതെന്താണ്? ശരിയായ. അപ്പൊ എന്താണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ്. അതെന്തായാലും തെറ്റല്ലേ? രണ്ടും കൂടി എന്തായാലും ഒരിക്കലും വരില്ല. നേരെ ഓപ്ഷനിലേക്ക് പോയി നോക്കുക. ഇതല്ല കേട്ടോ ഓപ്ഷൻ. ഓക്കെ, നേരെ ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആരായിരുന്നു? അത് നമ്മുടെ മെൻഡലീവ് ആയിരുന്നു. മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു ആര് ചെയ്തത്? മോസ്ലി. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതല്ലേ, അപ്പൊ 2 ശരിയല്ല എന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ 2 ഉള്ളത് നോക്കുക. ഓക്കെ, ഇതിൽ എല്ലാത്തിലും 2 ഉണ്ട്. ഇത് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പർ അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടത്? ആറ്റോമിക മെൻഡലീവ്. ഓക്കെ, അപ്പൊ ആറ്റോമിക നമ്പറിന്റെ അത് ശരിയല്ലേ? 3 ശരിയാണ്. അപ്പൊ നമുക്ക് 3 ഉള്ളതും കൂടി അങ്ങ് കട്ട് ചെയ്ത് കളയാം. 3 ഉള്ളതും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതൊക്കെ വരും ആൻസർ എന്ന് പറയുന്നത്? 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് 74ന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്കറിയാം ജലം എന്ന് പറയുമ്പോൾ അറിയാം H2O ആണ്.
H2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം, ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ 1 അപ്പോൾ 1 × 2 പ്ലസ് ഓക്സിജന്റെ നമുക്കറിയില്ല, അത് എക്സ് ആക്കി കൊടുക്കാം. ഇസ് ഈക്വൽ ടു എന്ത് വരും, 0 വരും. അതായത് എക്സ് എന്ന് പറയുന്നത് എത്ര വരും, -2 വരും. ഇനി അടുത്ത ഏതാണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് H2O2 ആണ്. ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ 1 അപ്പോൾ 1 × 2 പ്ലസ് 2 × ഓക്സിജന്റെ നമുക്കറിയില്ല, നമ്മൾ എക്സ് ആക്കി കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 0. 2 പ്ലസ് 2x എന്ന് പറയുന്നത് 0 ആണ്. 2x എന്ന് പറയുന്നത് എന്ത് വരും, +2 ഇപ്പുറം വരുമ്പോൾ നേരെ -2 ആകും. x എന്ന് പറയുന്നത് -2 / 2 വരും. ആൻസർ എത്ര വരും, -1 വരും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവയുടെ തുകയാണ്. അതായത് -2ഉം -1 കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3 ആണ്. ഇവിടെ പഠിക്കേണ്ടത് ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ 1 ആണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. സോ ഇവിടെ -3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ബലത്തിന്റെ യൂണിറ്റ് ആണ് ഏത്, ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഏത്, സൂര്യൻ. സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് ആൽഫ സെന്റോറി ആണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് എന്ത്, വികിരണം. അല്ലെ, സൂര്യപ്രകാശമൊക്കെ നമ്മളിലേക്ക് വരുന്ന നമുക്കറിയാം. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശൂന്യാകാശമാണ് അല്ലെ, അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനിൽ നിന്ന് നമുക്ക് വെട്ടം വരുന്നില്ലേ, ഈ പറയുന്ന ചൂട് കിട്ടുന്നില്ലേ. അപ്പൊ എന്താണ് ഈ പറയുന്ന താപം മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് എന്ത്, വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ദോലന ചലനം അല്ലാത്തത്, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം നമുക്കറിയാം, മുന്നോട്ടും പുറകോട്ടുമാണ്, അത് ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം അതും ദോലനമാണ്. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം എന്താണ്, അത് കമ്പനമാണ്. പക്ഷേ എന്താണ് പറയുന്നത്, ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പനം എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു ദോലനമല്ലേ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ഇവിടെ അല്ലാത്ത ആൻസർ എന്ന് പറയുന്നത്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കണ്ടോ, ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. നമുക്കറിയാം ഇത് ഇങ്ങനെ പാസ് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും, ഗ്ലാസ്സിലായിരിക്കും. അപ്പൊ 1 ഗ്ലാസ് ആണ്, അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് വെട്ടാം. ഇനി എന്താണ്, നമുക്കറിയാം കോൺവെക്സ് ലെൻസിലാണ് എന്ത് ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസിലാണ് ഇത് കൺവേർജ് ചെയ്യുന്നത്. കോൺകേവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഡൈവേർജ് ചെയ്തു പോകും. അപ്പൊ ഇത് എന്തായിരിക്കണം, ഇത് കേവ് ആയിരിക്കണം, കോൺകേവ് ആയിരിക്കണം, എങ്കിലേ അത് ഡൈവേർജ് ചെയ്ത് പോകുള്ളൂ. ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇത് എന്തായിരിക്കണം, ഇത് വെക്സ് ആയിരിക്കണം, കോൺവെക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ്, അതായത് 10/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. 2023 അതായത് പുതിയ വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ 10th പ്രിലിംസ് 2022 പ്രിലിംസിന്റെ 7 ഘട്ടമായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന നോക്കിക്കേ, ഏതാണെന്ന്, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. അല്ലെ, നമ്മൾ പറഞ്ഞു ലാഹോർ സമ്മേളനം 1929 ആരായിരുന്നു, നെഹ്റു ആണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ പ്രസിഡന്റ്. അപ്പൊ ഇത് തെറ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത് ഇതിലായിരുന്നു. നമുക്ക് വേണ്ട എന്താണ്, ശരിയല്ലാത്ത പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് വരുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് നമുക്കറിയാം ഗേദാ സമരം, ചമ്പാരൻ സമരം എന്നൊക്കെ പറയുന്നത്. 1917 1918 കാലഘട്ടത്താണ് ഈ പറയുന്ന സമരങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ചമ്പാരനാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്, ചമ്പാരനാണ്. ആദ്യത്തെ നിരാഹാര സമരം പറയുമ്പോൾ അതേതാണ്, അത് അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. ആദ്യകാല സമരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ, അംഗമല്ലാത്തവരെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ? നമുക്കറിയാം 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. അതിൽ അംഗങ്ങൾ വരുന്നത് AV അലക്സാണ്ടർ ഉണ്ട്, സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, പിന്നെ ആരാണ്, പെത്വിക് ലോറൻസ്. ഈ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അല്ലാത്തവരല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് വരും, 1ഉം 2ഉമാണ് അല്ലാത്തത്. ഓപ്ഷൻ എ ആണ്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 1798 നടപ്പിലാക്കിയത്. അത് ശരിയാണ്. അടുത്ത എന്താണ് പറയുന്നത്, കഴ്സൺ പ്രഭു. കഴ്സൺ അല്ല, അത് ആരാണ്, വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, ബന്ധപ്പെടാത്ത പ്രസ്താവന. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പറയപ്പെട്ട പേരുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? നമുക്കറിയാം മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അപ്പൊ എന്താണ്, ഇത് 2ഉമല്ല, 1ഉം 4ഉമാണ്. ഓപ്ഷൻ സി 1 and 4 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? അത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണേത്, മണിപ്പൂർ.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ആര്? രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അംബേദ്കർ ആരായിരുന്നു? അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഭേദഗതികൾ വരുത്താൻ അധികാരമുള്ളത് എപ്പോഴും ആർക്കാണ്? അത് പാർലമെന്റിനാണ്. താഴെ കൊടുത്തവയിൽ ശരി അല്ലാത്തത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ആര്? ടി.കെ. മാധവൻ. ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഇതാണ് പാലിയം സത്യാഗ്രഹം. 2 മാത്രമാണ്. പാലി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. എങ്കിൽ പാലി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു സൗഹൃദ ജാഥ നടത്തിയ ഒരു വനിതാ നേതാവുണ്ട്. അവരുടെ പേരാണ് എന്ത്? കെ കൗസല്യ. കെ കൗസല്യ. താഴെ തന്നിരിക്കുന്നവൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണവുമുണ്ട്, അതേപോലെ തന്നെ ആദ്യ ഭാഷയും ചട്ടമ്പി സ്വാമികളുടേതാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാവുന്ന ഒരു ഫാക്ട് എന്താണ്? തൃശ്ശൂർ പൂരം. ബന്ധപ്പെട്ടതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഉള്ളത് നമുക്ക് നോക്കാം. ഇതിൽ 2 ഇല്ല, ഇതിൽ 2 ഇല്ല, ഇതിൽ 2 ഇല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ബാക്കി ഒന്നും വായിച്ചില്ലേ പോലും നമുക്ക് ആൻസർ കിട്ടി. കോവിലകത്തും വാതുക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? കൂടുതൽ മാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനകളാണ് വേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ശരിയാണ്. 1721 ഇത് നടന്നത്. ഇതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഓക്കെ, അതും ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയല്ല ചെയ്തത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വേണാട് ഉടമ്പടി 1723 നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ അലക്സാണ്ടർ റോമും നമ്മുടെ മാർത്താണ്ഡവർമ്മയുമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പൊ യോജിക്കാത്ത പ്രസ്താവന ചോദിക്കുമ്പോൾ അതേതാണ്? ഓപ്ഷൻ സി ആണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായത് ആരാണ്? ഫ്രാൻസ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഏത്? ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏത് വരും? നമുക്കറിയാം, ചോളം, നെല്ല്, പരുത്തിയൊക്കെ ഖാരിഫ് വിളയാണ്. ബാർലിയും ഗോതമ്പൊക്കെയാണ് എന്താ? റാബി വിള. അപ്പൊ ആൻസർ ഏത് വരും? ബാർലിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1993 മെയ് 17-നാണ്. 1998 മെയ് 17-നാണ്. 1998 മെയ് 17-നാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമാണിത്. പെരുങ്കുളം. ഓക്കെ, അപ്പൊ ഏകദേശം 500 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്